നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിലെ സംഘപരിവാർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകളോടൊപ്പം നിലയുറപ്പിക്കുമ്പോൾ ഹൈന്ദവ സംഘടനകൾ മറ്റൊരു സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖറിന് ചില പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ഒരു സംസ്ഥാനം എടുത്ത ഒരു കേസിൽ അല്ലെങ്കിൽ ഒരു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ പെട്ടെന്ന് കയറിയ ഒരു അഭിപ്രായം പറയാനും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയാനും രാജീവ് ചന്ദ്രശേഖറിന് എങ്ങനെയാണ് ധൈര്യം വരിക? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? ഇത് നിങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ സംഘപരിവാർ അണികളുടെ ഒരു കൺഫ്യൂഷനാണ്. കാരണം അവര് മനസ്സിലാക്കി, കാരണം കാലാകാലങ്ങളായിട്ട് കേരളത്തിലെ സംഘപരിവാർ അണികൾ എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ വിശ്വ പരിഷത്തിന്റെ പ്രവർത്തകൻ, അയാൾ തന്നെ BJP-യുടെ ആള്, അയാൾ തന്നെ മറ്റുള്ള പരിവാർ സംഘടനയുടെ ആള്, കോളേജിൽ പോകുമ്പോൾ അയാൾ ABVP, നാട്ടിൽ വരുമ്പം യുവമോർച്ച, വോട്ട് ചെയ്യാൻ സമയത്ത് BJP, ക്ഷേത്രകാര്യങ്ങൾ വരുമ്പോൾ വിശ്വ പരിഷത്ത്, അത്തരത്തിലാണ് പ്രവർത്തിച്ചു പോകുന്നത്. ഇവിടെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം കൃത്യമായിട്ടും ഒരു BJP സംസ്ഥാന അധ്യക്ഷനെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെയാണ് പെരുമാറുന്നത്. ഒരു അധ്യക്ഷൻ എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിൽ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം പെരുമാറുന്നത്. അപ്പൊ അതിൽ അതിശയോക്തിയും അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും അതിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഒരുപക്ഷെ വിശ്വ പരിഷത്തിന്റെയോ ബജ്രംഗ് ദളിന്റെയോ എന്തെങ്കിലും ചീഫ് ആയിരുന്നെങ്കിൽ അദ്ദേഹം ഉചിതമായിട്ട് അത്തരത്തിൽ പ്രവർത്തിക്കുമായിരുന്നു. ഇപ്പൊ അദ്ദേഹം ബജ്രംഗ് ദളിന്റെ അല്ലെങ്കിൽ വിശ്വ പരിഷത്തിന്റെയോ ഹിന്ദു മുന്നണിയുടെയോ നേതാവല്ലല്ലോ, അല്ലെങ്കിൽ അധ്യക്ഷനല്ലല്ലോ. അദ്ദേഹം പ്രധാനം ചെയ്യുന്നത് കേരളത്തിലെ BJP-യാണ്. അപ്പോൾ BJP-ക്ക് എങ്ങനെ വോട്ട് കൂട്ടാം എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു വിഷയവും അദ്ദേഹം ചിന്തിക്കുന്ന വിഷയവും. അതിന് വേണ്ടതെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ഈ പ്രശ്നം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പക്ഷെ അതിൽ ഞാൻ പറയുന്നത് ഞാൻ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരാൾ തന്നെയാണ്. ഒരു രാഷ്ട്രീയപരമായ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അദ്ദേഹം എടുക്കേണ്ട ഒരു നിലപാടുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോ ഹൈന്ദവ വിഷയങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശ്വ പരിഷത്തോ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയോ സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കേണ്ട ഒരാളല്ല. വളരെ ഡിപ്ലോമാറ്റിക് ആയി തന്നെ സംസാരിക്കേണ്ട ആളാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് അവിടെ പോയിട്ട് സ്ഥിതിവിശേഷങ്ങൾ അറിഞ്ഞ ശേഷം പറയാമായിരുന്നു, അല്ലെങ്കിൽ ഡെലിഗേഷൻ അയക്കാമായിരുന്നു. ഇതൊക്കെ ശരി തന്നെ, ഡെലിഗേഷൻ അയച്ചിട്ടുണ്ട്, അനൂപ് ആന്റണി അയച്ചിട്ടുണ്ട്. പക്ഷെ അതിനും അപ്പുറം അങ്ങനെ ഒരു മതപരിവർത്തന ശ്രമം നടന്നതായി വിശ്വസിക്കുന്നില്ല എന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നും പറയാൻ അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതാണ്. കോടതിക്ക് ജാമ്യം പോലും ഇന്നലെ ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു വിഷയം റെയിൽവേയിൽ നിന്ന് ആ സംഭവം നമ്മളൊന്ന് വിശദമായി മനസ്സിലാക്കിയാൽ, റെയിൽവേ TTR ആണ് ഈ വിഷയം കണ്ടുപിടിക്കുന്നത്, റെയിൽവേ TTR ആണ് സംഘടനകളെ അറിയിക്കുന്നത്, പോലീസ് കേസെടുക്കുന്നത് സംഘടനാ പ്രവർത്തകർ വന്ന് കൃത്യമായി പറയുമ്പോഴാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത്തരം ഒരു വിഷയത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. ഒരു സംസ്ഥാനം, ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുമ്പോൾ അത് കേസെടുക്കുന്നു. ആ കേസെടുക്കുമ്പോൾ എങ്ങനെയാണ് അത് താൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ BJP സർക്കാർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ BJP സർക്കാർ ആയതുകൊണ്ട് ഇവരെ മറ്റുള്ളവർ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമോ എന്ന് കരുതി പെട്ടെന്നൊരു അഭിപ്രായത്തിലേക്ക് അദ്ദേഹം എങ്ങനെയാവും പോവുക? അതാണ് എന്റെ ചോദ്യം. ബാക്കി അദ്ദേഹത്തെ ഞാൻ അനുകൂലിക്കുന്നത്, ഡിപ്ലോമാറ്റിക്കായി സംസാരിക്കേണ്ട ആൾ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എങ്ങനെയാണ് പറയുക? സംസ്ഥാനത്തിന്റെ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റം നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ സംഘടനകളും കോൺഗ്രസ് ഒക്കെയാണ്. അവർ ചെയ്തതുപോലെ അദ്ദേഹം അവിടെ പോയി ധർണയ്ക്ക് ശ്രമിക്കുകയോ അവിടുത്തെ ഭരണകൂടത്തിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിനെ ഏതെങ്കിലും തരത്തിൽ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചിട്ടോ ഇല്ല. അദ്ദേഹം ശ്രമിച്ചത് എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ ഹൈന്ദവരും ഒന്നിക്കേണ്ടത് രണ്ടുപേരുടെയും ആവശ്യമാണ്. രണ്ടുപേരും വലിയൊരു എതിരാളി പിക്ചറിലുണ്ട്. അപ്പൊ അതിനെ നേരിടുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. ഇപ്പോ നമ്മുടെ ഭാരതത്തിലെ ജിഹാദി ഈ ഫണ്ടമെന്റലിസത്തിന്റെ ഒരു ഹബ്ബാണ് കേരളം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കൈകോർക്കേണ്ട ഒരു വിഷയമുണ്ട്. അത് വോട്ടാക്കി മാറ്റേണ്ട ദൗത്യം അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ഇലക്ഷൻ വിജയം എന്നുള്ളത് BJP സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടി തന്നെയാണ് കേരളത്തിലെ BJP സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതെങ്ങനെ, ഈ കടമ്പകൾ എങ്ങനെ കടക്കണം, അതിന് ഒരു വലിയ സമുദായത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട്. ക്രൈസ്തവ സമുദായത്തിന് തെറ്റിദ്ധാരണകളും ആശങ്കകളും ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മാധ്യമങ്ങളോട് നന്ദി പറയേണ്ടി വരും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടും മറ്റേ BJP സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളോട് നന്ദി പറയേണ്ടി വരും. അത്തരത്തില് വലിയ തെറ്റിദ്ധാരണ അവരുടെ മനസ്സിലും തെറ്റിദ്ധാരണകളും ആശങ്കകളും അവരുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ മാറ്റാൻ വേണ്ടി ആവുന്നതൊക്കെ അദ്ദേഹം ചെയ്യുകയാണ്. അത് ഒരു സുപ്രഭാതത്തിൽ അത് മാറില്ല, സമയമെടുക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇടപെടലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇപ്പോ നോക്കൂ, നിങ്ങൾ കേരളത്തില് ഇടതുപക്ഷ കക്ഷികളോ കോൺഗ്രസോ പിക്ചറിലില്ല. ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്നത് സംഘപരിവാർ അണികളും.
അപ്പോ ഒരു ഒരു ന്യൂനപക്ഷം മാത്രമേ അദ്ദേഹത്തിനെ എതിർക്കുന്നുള്ളൂ. ഒരു 10% 15% പേര്. മഹാഭൂരിപക്ഷവും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിൽ അദ്ദേഹം കൊണ്ട് എത്തിക്കുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഇതൊരു ഫ്ലോ ആയിട്ട് കാണാൻ പറ്റില്ല. വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു സ്ട്രൈക്കായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഈ വിഷയത്തിൽ ഒരു മഹാഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ എപ്പോഴും BJP-യുടെ വോട്ട് ഏതായാലും ഹിന്ദുക്കളുടെ വോട്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടുകൾ നമ്മളിലേക്ക് വരും എന്ന നമ്മുടെ പ്രതീക്ഷയാണ്. ഈ അടുത്ത കാലത്തായി BJP-ക്ക് ഒരു പ്രതീക്ഷ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ മുനമ്പം വിഷയത്തിന് ശേഷമൊക്കെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ചെറിയൊരു വിഭാഗം മാത്രമേ BJP ഇന്നും സപ്പോർട്ട് ചെയ്യുന്നവരുള്ളൂ. ഈ 2 കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇത്രയധികം വൈകാരികമായ ഇടപെടൽ നടത്തിയത് കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മൊത്തം BJP-യോടൊപ്പം അണിനിരക്കും എന്ന് കരുതാൻ കഴിയുന്നു. ഇതിനു മുമ്പും ഇത്തരം പല നീക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല മന്ത്രിമാരെയൊക്കെ കൊടുത്ത് പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടും ക്രിസ്ത്യൻ വോട്ട് ഒരു ഒറ്റക്കെട്ടായി വന്നു എന്ന് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഇതൊക്കെ ഗുണകരമാവുക കോൺഗ്രസിനാകുമെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. എന്താണ് അങ്ങയുടെ അഭിപ്രായം? നോക്കൂ, നിങ്ങൾ കരുതും പോലെ ഒരു സങ്കുചിത മനോഭാവമുള്ള കൂട്ടരല്ല കേരളത്തിലെ ഹൈന്ദവര്. ഇപ്പോ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ കാലാകാലങ്ങളായിട്ട് അവരോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന് സഹായഹസ്തം നീട്ടിയതുകൊണ്ട് അവർ പിണങ്ങി പോവുകയോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഹൈന്ദവ വോട്ടുകൾ നിങ്ങൾ ഈ പറയും പോലെ 2 കന്യാസ്ത്രീമാരെ സഹായിക്കാൻ വേണ്ടി ഒരു BJP-യുടെ ഡെലിഗേഷൻ അങ്ങോട്ട് അയച്ചതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം പിണങ്ങി പോകുന്നില്ല. അവർ പ്രതികരിക്കും. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ശബരിമല പോലുള്ള കാര്യങ്ങളിൽ കൈവച്ചാൽ അവർ പ്രതികരിക്കും, സടകുടഞ്ഞെണീക്കും. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഹൈന്ദവ വോട്ടിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കേരളത്തിലെ BJP-ക്ക് ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ട് നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നല്ലൊരു വിഭാഗത്തിന്റെ വോട്ട് ചെറിയ ശതമാനമൊക്കെ കിട്ടും എന്നല്ലാതെ ഈ വിചാരിക്കുന്ന രീതിയിൽ ഒരു വോട്ട് നേടാൻ കഴിയും ഈ വിഷയം കൊണ്ട് എന്ന് വിചാരിക്കുന്നു? അതിന് പെട്ടെന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു പോകാൻ പറ്റില്ല. 4 പതിറ്റാണ്ടുകളായിട്ട് CPM മുസ്ലിം വോട്ടിനായിട്ട് ശ്രമിക്കുകയാണ്. 4 പതിറ്റാണ്ടുകളായി അല്ലേ? എത്രയോ വർഷങ്ങളായി. നമുക്ക് ബദൽ രേഖ തൊട്ട് MV രാഘവൻ എന്ന സമുന്നതനായ നേതാവ് പാർട്ടിക്ക് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോ എത്രയോ വർഷങ്ങളായിട്ട് മുസ്ലിം വോട്ടിന് വേണ്ടി ശ്രമിച്ചിട്ടും ഒരു വലിയ രീതിയിലുള്ള വലിയൊരു എൻ ബ്ലോക്ക് ആയിട്ട് മുസ്ലിം വോട്ടൊന്നും CPM-ന് കിട്ടിയിട്ടില്ല. പക്ഷെ ആ ശ്രമം തുടർന്നുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ BJP പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. BJP-യുടെ അണികൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം കുറവുള്ളത് കൊണ്ടാവും അവർ ഇത്തരത്തില് അവരുടെ അധ്യക്ഷനെ തന്നെ കടന്നാക്രമിക്കുന്നത്. നോക്കൂ, 4 പതിറ്റാണ്ടുകളായിട്ട് CPM മുസ്ലിം വോട്ടിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. CPM-ന്റെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാ ആദർശങ്ങളും സമദൂര സിദ്ധാന്തങ്ങളും ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കും എന്നുള്ള നയമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ മുസ്ലിം വോട്ടിനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ നിസ്കാരപ്പായ സപ്ലൈ ചെയ്ത സംഭവങ്ങൾ വരെയുണ്ട്. എന്നിട്ടും വളരെ പ്രതീക്ഷിച്ച രീതിയിലുള്ള വോട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇതിൽ നിന്നൊക്കെ BJP ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം നമ്മൾ ഒരു സഹായഹസ്തമായിട്ട് അല്ലെങ്കിൽ പരമ്പരാഗത ശത്രുക്കളായിട്ട് കരുതിയിരുന്നവർക്ക് നേരെ ഒരു കൈ നീട്ടിയത് കൊണ്ട് അവർ വന്ന് നിങ്ങൾ ആലിംഗനം ചെയ്യുന്നു, അവരുടെ വോട്ടുകൾ പറ്റമായിട്ട് നിങ്ങൾക്ക് വീഴും എന്നും പ്രതീക്ഷിക്കരുത്. കാലമെടുക്കും. രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത് വളരെ ബുദ്ധിപരമായ നീക്കങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിന് ആദ്യം ക്രിസ്ത്യൻ മതവിഭാഗത്തെ വിശ്വാസത്തിലെടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു സഹായം നിങ്ങൾക്ക് ചെയ്താൽ നാളെ നിങ്ങൾ എല്ലാ വോട്ടും ഞങ്ങൾക്ക് കൊണ്ട് തരണം എന്നുള്ള രീതിയിലുള്ള ഒരു കച്ചവടമല്ല, വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ്. ഇവിടെ ഈ മേഖലയിൽ, ഈ പറയപ്പെടുന്ന മേഖലയിൽ മതപരിവർത്തന ശ്രമങ്ങളോ അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങോ നടന്നിട്ടില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ 2021-ലും സമാനമായ രീതിയിൽ ഒരു പാസ്റ്ററെയും 3 കന്യാസ്ത്രീകളെയും അന്നും ഒരു വികാരിയെയും ഒരു 3 പാസ്റ്റർമാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മേഖല എന്ന് പറയുന്നത് ഒരു ട്രൈബൽ മേഖലയാണ്. ആ മേഖലയിലേക്ക് സാധാരണഗതിയിൽ ആൾക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, നക്സൽ പ്രശ്നങ്ങളുണ്ട്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ്. അവിടേക്ക് ഒരു സേവനം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനോ അല്ലെങ്കിൽ ഇവരെ ഈ കുട്ടികൾക്ക് എവിടെയെങ്കിലും സ്കൂളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് കടന്നു ചെല്ലാൻ ഈ കന്യാസ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബന്ധം ഇല്ലെങ്കിൽ എങ്ങനെയാണ് കടന്നു ചെല്ലാൻ കഴിയും? നമുക്കറിയാലോ, നക്സൽ ബാധിത പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ നമ്മൾ അവരുടെ വിശ്വാസം വലിയ രീതിയിൽ ആർജിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ സാധാരണക്കാർക്ക് കഴിയില്ല. അപ്പോ അത്തരം ബന്ധങ്ങളുള്ള ആളായിരിക്കില്ലേ ഒരു പക്ഷേ ഈ കന്യാസ്ത്രീകൾ? അതുകൊണ്ടായിരിക്കില്ലേ അറസ്റ്റ് ചെയ്യപ്പെട്ടത്?
അതൊക്കെ നമ്മൾ ഗഹനമായിട്ട് സംസാരിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. കാരണം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ സൃഷ്ടിയാണ് ഈ ബോൺ അഗൈൻ ചർച്ചുകൾ. കാരണം ലോകത്തെമ്പാടും ഈ ഭരണകൂടങ്ങളെ അസ്ഥിരപ്പെടുത്താനും അവരുടെ നയങ്ങൾ നടപ്പിലാക്കാനും അമേരിക്ക വിദഗ്ധമായിട്ട് പള്ളികളെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇതര സമുദായങ്ങൾക്കെതിരെ മാത്രമല്ല, ക്രൈസ്തവർക്കെതിരായിട്ടും അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉക്രൈനിൽ അവര് പള്ളി ഉപയോഗിക്കുന്നുണ്ട് റഷ്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ. അത് വളരെ വലിയൊരു തലത്തിൽ നമ്മൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അതിലൊന്നും സംശയമേ ഇല്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇലക്ഷൻ വിജയങ്ങളാണ് കേരളത്തിൽ. അതിന് പ്രാക്ടിക്കലായിട്ടുള്ള വഴികളാണ് അദ്ദേഹം തേടുന്നത്. അതിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. എന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ്. കാരണം മൊത്തത്തിൽ അദ്ദേഹം ഞാൻ സ്ട്രാറ്റജിക്കായി തീരുമാനമെടുക്കണമെന്ന കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ കയറി അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടേ ഇല്ല എന്ന് പറയുക, അതല്ല അവിടെ ഒരു സർക്കാരിനെ വിശ്വാസത്തിൽ എടുക്കാതെ സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങയുടെ അഭിപ്രായത്തിന് നേരെ വിപരീതമായ അഭിപ്രായമാണ് ഈ വിഷയത്തിൽ എനിക്കുള്ളത്. ഒരു ഭാഗം കൊണ്ട് ഞാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു വശത്ത് അദ്ദേഹം എടുത്ത ഒരു മൂവ്മെന്റ് പാളി എന്ന് എനിക്ക് തോന്നുന്ന ഒരു സ്ഥലം അദ്ദേഹം ആ വിഷയത്തിൽ അത്തരത്തിലൊരു അഭിപ്രായം പറയരുതായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഡെലിഗേഷൻ അയക്കുക, നിയമസഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ കഴിയുക, യഥാർത്ഥത്തിൽ അതിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുക, അത് സഭകളുമായി നിരന്തരം ചർച്ച ചെയ്യുക. ഇതിനൊന്നും ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിലെ ഏറ്റവും വലിയ പ്രശ്നം, അതായത് ഹൈന്ദവ സംഘടനകൾ മതം മാറ്റത്തിനെതിരെ ഇന്നലെ ശശികല ടീച്ചർ, ഭാർഗവ റാം, RV ബാബു അടക്കമുള്ളവരെന്ന് RV ബാബുമായി രാവിലെ ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഉടൻ ഒരു റിലീസ് ഇറക്കും എന്ന് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം അദ്ദേഹം ഉടൻ പറയുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോ ഇങ്ങനെ ഹൈന്ദവ സംഘടനകളെല്ലാം ഒരു ഭാഗത്തും മറുഭാഗത്ത് BJP എന്ന രീതിയിൽ അദ്ദേഹവും നിലകൊള്ളുന്നു. ഏതാണ്ട് ഒരു വലിയ പ്രശ്നത്തിലേക്ക് സംഘപരിവാറിന്റെ ഒരു വലിയ പ്രശ്നമായി അത് മാറാൻ പോകുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതിനൊരു സാധ്യതയുണ്ട്. നോക്കൂ, ഇപ്പോ ഒരു ശരാശരി കേരള സമൂഹം BJP എന്ന പാർട്ടിയെ നോക്കിക്കാണുന്നത് ഈ പറഞ്ഞതുപോലെ ശശികല ടീച്ചറിലൂടെയും RV ബാബുമാരിൽ കൂടെയുമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇലക്ഷൻ എന്നുള്ളത് വലിയൊരു കീറാമുട്ടിയായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ മുന്നിലുള്ളത്. ഇതിപ്പോ കാര്യങ്ങൾ മാറുകയാണ്. കാരണം അവർക്ക് അടുക്കാൻ പറ്റിയ, അവരെ സഹായിക്കുന്ന തരത്തിലുള്ള നേതൃത്വം BJPക്ക് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളെ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കി പെട്ടെന്നൊരു ആപത്ത് വരുമ്പോൾ ഓടിപ്പോകാൻ പറ്റിയ ഒരു ഭാഗം ആൾക്കാരാണ് ഇപ്പൊ BJPയിൽ ഉള്ളത് എന്ന് BJP അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലാണ് കാര്യങ്ങൾ മാറി വരുന്നത്. പിന്നെ താങ്കൾ ആദ്യം പറഞ്ഞെന്തായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പ്രശ്നമുണ്ട്, ഓരോന്നായിട്ട് ഓർത്ത് വെച്ച് പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാല് അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്നോ, എന്താ പറഞ്ഞത്? അതായത് ഒരു കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയം, ആ വിഷയത്തിൽ കോടതി ജാമ്യം പോലും അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നത്? പോലീസ് കേസെടുക്കുന്നു, ഒരു TTR പറയുന്നു, പോലീസ് കേസെടുക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഒരു കേസ് കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ നമുക്ക് എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? നോക്കൂ, BJP അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഓരോ കാര്യങ്ങളും മിസ് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും സംഘപരിവാർ വിരുദ്ധ പ്രസ്ഥാനങ്ങളും, കോൺഗ്രസ് ആവട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി. അപ്പൊ ആ ട്രാപ്പില് അദ്ദേഹം ഒട്ടും വീഴാതെ വളരെ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു നിന്നുകൊണ്ട് മുഴുവൻ ക്രിസ്ത്യാനികളുടെ വിശ്വാസവും കയ്യിലെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. അത് അഭിനന്ദിച്ചേ മതിയാവും. ഈ അടവ് നയം എന്നൊക്കെ പറയില്ലേ, അത് CPM-ന് മാത്രമുള്ളതല്ല. അദ്ദേഹത്തെ അത്രയേറെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ സഭാവിശ്വാസികളെല്ലാം തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ അത്രയേറെ വിശ്വാസം ഉണ്ടെങ്കിൽ സഭാവിശ്വാസികൾ തെരുവിൽ ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. പല സ്ഥലങ്ങളിലും പ്രകടനങ്ങളും ഒരു സഹായഹസ്തം നീട്ടി എന്ന് പറഞ്ഞിട്ട് ഉടനെ അത് നമ്മുടെ പിന്നിൽ വന്ന് അണിചേരണമെന്നോ അല്ലെങ്കിൽ വോട്ടായിട്ട് മാറണമെന്നോ പ്രതീക്ഷിക്കാൻ പാടില്ല. അത് അതിമോഹമാണ്. ഇപ്പോ ഇതിലൂടെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്, വിശിഷ്യ ക്രൈസ്തവ, മുസ്ലിം അല്ലെങ്കിൽ BJP ആയിട്ട് അസ്പൃശ്യതയുള്ള ഒരു വിഭാഗത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ BJPയും ഹിന്ദുത്വവും വളരെ ഇൻക്ലൂസീവ് ആണ്, വിഭാഗീയ ചിന്താഗതി വെച്ചു പുലർത്തുന്ന ആൾക്കാരല്ല. ഇതര സമുദായങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഓടി ഞങ്ങളുടെ അടുത്ത് വരാം, പരിപൂർണ സംരക്ഷണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. ഇത് വളരെ വലിയൊരു കാര്യമാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യമാണ്, വളരെ ബുദ്ധിപരമായ കാര്യമാണ്. ഇതിനെ അഭിനന്ദിച്ചേ മതിയാവും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് BJPക്ക് വളരെ വലിയൊരു മുതൽക്കൂട്ടാവും.
എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. ഏതായാലും ഇത്തരം ശ്രമങ്ങൾ, രാജീവ് ചന്ദ്രശേഖരന്റെ ഇത്തരം ശ്രമങ്ങൾ വോട്ടാകുമെങ്കിൽ വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വിശ്വാസം കൂടി നിങ്ങൾ ആർജിക്കാൻ കഴിയുമെങ്കിൽ അടുത്ത ഇലക്ഷനിൽ വോട്ടാവണമെന്ന് ശടിക്കരുത്. അവിടെയാണ് പ്രശ്നം. ഈ വോട്ടാവണം എന്ന് പറഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ വോട്ടാവണമെന്ന് ശടിക്കരുത്. ആരും വിഡ്ഢികളല്ല. എന്ന് വെച്ചാൽ നാളെ ഒരു ഏതെങ്കിലും ഒരു SDPI-കാരൻ നിന്ന് അമ്പലം ചെന്ന് ഒരു കുറിയിട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ SDPI-ക്ക് വോട്ട് ചെയ്യോ? ഇല്ലല്ലോ, സമയമെടുക്കും. പക്ഷെ വേറൊരു കാര്യമില്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മതപരിവർത്തനം ഒരു വലിയ വിഷയം തന്നെയാണ്, അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. കേരളത്തിൽ പോലും എല്ലാ വീടുകളിലും ഒരു പാസ്റ്ററെങ്കിലും ഒരു വീട്ടിൽ വന്നിട്ടുണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോ പല വീടുകളിലും ഇങ്ങനെ തന്നെയാണ്, ഇവർ മതപരിവർത്തനം നടത്തുന്നവർ തന്നെയാണ്. അപ്പൊ അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഈ മതപരിവർത്തനത്തിനെ അഡ്രസ് ചെയ്യാൻ സംഘപരിവാർ സംഘടനകൾ ഒരുപാടുണ്ടല്ലോ. വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, ഹിന്ദു ഐക്യവേദിയുണ്ട്, ഹിന്ദു മുന്നണിയുണ്ട്, ബജ്രംഗ് ദളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. BJP അധ്യക്ഷന്റെ ജോലി അതല്ല, പ്രത്യേകിച്ച് കേരളത്തിലെ BJP അധ്യക്ഷന്റെ ജോലി. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു സൈഡിൽ അദ്ദേഹം ഡിപ്ലോമാറ്റിക് ഇടപെടണമെന്ന ആഗ്രഹക്കാരി തന്നെയാണ്. ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ മതപരിവർത്തന ശ്രമങ്ങൾ നടന്നിട്ടില്ല എന്ന് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ പറഞ്ഞത് മാത്രമാണ് എനിക്ക് പ്രശ്നം. അതുവരെയുള്ള പ്രശ്നങ്ങളല്ല എന്റെ പ്രശ്നം. അതായത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെടണം, അത് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൂടെ മാത്രമാവണം എന്ന് ശടിക്കരുത്. അവിടെയാണ് പ്രശ്നം. അങ്ങനെയല്ല. അതൊരു നിയമപരമായ വിഷയമല്ലേ? കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ കയറി അഭിപ്രായം പറയുക എന്ന് പറയുന്നത് അത് നിയമപരമായ ഒരു പ്രശ്നം കൂടിയാണ്. സത്യം പറഞ്ഞാൽ അതൊരു സബ്ജുഡീസ് ആണ് പറയേണ്ടിയിരിക്കും. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ആദ്യം കയറി വിധി പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ അത് നടന്നിട്ടേ ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? പോലീസിന്റെ അന്വേഷണത്തിലുള്ള കോടതിയുടെ മുന്നിൽ ഒരു വിഷയമുണ്ടെന്ന് കരുതി അതിന് എതിരെ അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൂടാ എന്നില്ലല്ലോ. വിധി അല്ലല്ലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാമല്ലോ. അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ എന്താണെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ ശ്രമങ്ങള്, അദ്ദേഹത്തിന് ഏൽപ്പിച്ച ദൗത്യങ്ങള് വിജയകരമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ശ്രമങ്ങള്. അപ്പൊ അതില് വേറെ ഇപ്പോ നമ്മള് ബജ്രംഗ് ദൾ പോലെ അവിടെ ചെന്ന് ഈ മതമാറ്റ വിഷയത്തിനെ അഡ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങൾ മുൻനിർത്തി എന്തെങ്കിലും ആന്തോളനം നടത്തണം എന്നുള്ളതല്ല. അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം കേരള BJP അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അദ്ദേഹം ചെയ്യുന്നത് ശരിയാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ അദ്ദേഹവും ചെയ്യുന്നത് ശരിയാണ്. രണ്ടുപേരും അവരെ ഏൽപ്പിച്ച റോളുകൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരന്റെ ശ്രമങ്ങൾ വിജയത്തിലെത്തട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ യാഥാർത്ഥ്യവും പുറത്തു വരട്ടെ എന്നാണ് പറയാനുള്ളത്. ഏതായാലും വിഷയത്തിൽ പ്രതികരിച്ചതിന് നന്ദി.